എല്ലാവർക്കും നഴ്സിംഗ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് എക്സൽ വഴി സ്റ്റാറ്റിസ്റ്റിക്സ് പല പ്രോബ്ലംസും നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ വിവിധങ്ങളായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് നമുക്ക് ലഭ്യമാണ്. എങ്കിൽ തന്നെ ഇസഡ് ടെസ്റ്റും കോറിലേഷൻസും പോലെയുള്ള പല അനാലിസിസും നടത്തുവാനായിട്ട് എക്സലിൽ ഡാറ്റ അനാലിസിസ് പാക്ക് പോലെയുള്ള ആഡ് ഓൺസ് ആവശ്യമാണ്. എങ്ങനെ ഡാറ്റ അനാലിസിസ് പാക്ക് പോലെയുള്ള ആഡ് ഓൺസ് ഇനേബിൾ ചെയ്യാം അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലേക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സൽ ഷീറ്റിൽ നോക്കാം. ഇതാണ് ഡാറ്റ അനാലിസിസ് പാക്ക് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണുന്ന ഒരു പിക്ചർ. അപ്പോൾ ഡാറ്റ അനാലിസിസ് പാക്ക് ആഡ് ഓൺ ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഷീറ്റിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡാറ്റ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡാറ്റയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമുക്ക് ഡാറ്റ അനാലിസിസ് പാക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇനേബിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഡാറ്റ അനാലിസിസ് പാക്ക് ഇനേബിൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇസഡ് ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ നമുക്ക് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ. ഉദാഹരണമായി ഇസഡ് ടെസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇസഡ് ടെസ്റ്റിന്റെ കാണാനായിട്ട് സാധിക്കുന്നില്ല. 2 സാമ്പിൾസ് ഇസഡ് ടെസ്റ്റ് പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡാറ്റ അനാലിസിസ് പാക്ക് ഇല്ലാതെ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡാറ്റ അനാലിസിസ് പാക്ക് ഇനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ നേരെ ഫയലിൽ പോവുക. ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ്, നമുക്ക് ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻസ് എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവയിൽ പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ ആഡിൻസ് എന്നുള്ള ഒരു ബട്ടൺ നമുക്ക് കാണാം. ഒരു ആഡിൻസ് എന്നൊരു പോർഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഈ വിൻഡോയിൽ നമ്മൾ പലവിധങ്ങളായുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാം. അതിൽ അനാലിസിസ് ടൂൾ പാക്കാണ് നമുക്ക് വേണ്ടത്. അനാലിസിസ് ടൂൾ പാക്ക് മിക്കവാറും എക്സലിലൊക്കെ സെലക്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുക. അപ്പം അനാലിസിസ് ടൂൾ പാക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഗോ ബട്ടണിൽ പ്രസ് ചെയ്യുക. വീണ്ടും നമുക്കിവിടെ ആഡിൻസ് ആയിട്ടുള്ളത് പലതും കാണാം. ഇതിൽ അനാലിസിസ് ടൂൾ പാക്കിന്റെ വിൻഡോ ബോക്സ് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് വന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഡാറ്റ അനാലിസിസ് പാക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് വന്നിട്ടുണ്ട്. ഡാറ്റ അനാലിസിസ് പാക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. ഡാറ്റ അനാലിസിസ് പാക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഈ സെറ്റ് ടെസ്റ്റിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഡാറ്റ അനാലിസിസ് പാക്ക് ഇനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഡാറ്റ അനാലിസിസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ അനോവ ഇസഡ് ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, മിക്കവാറും എല്ലാ ടെസ്റ്റുകളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇസഡ് ടെസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. നേരത്തെ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും വേരിയബിൾ 1ഉം 2ഉം അതായത് 2 സാമ്പിൾസിന്റെ ഡാറ്റാസ് ഒന്നും നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാറ്റ അനാലിസിസ് പാക്ക് ഇനേബിൾ ചെയ്യുക വഴി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസ് ആണ് അനോവ സിംഗിൾ ഫാക്ടർ, അനോവ 2 ഫാക്ടർ വിത്ത് replication, ANOVA 2 factor without replication, correlation, covariance, descriptive statistics, exponential smoothing, F-test 2 sample for variance, Fourier analysis, histogram, moving average, random number generation, rank and percentile, regression, sampling, t-test pair 2 sample for means, t-test 2 sample assuming unequal variance and equal variance, z-test 2 sample for means. അപ്പം ഇത്രയും ടെസ്റ്റുകൾ നമുക്ക് ഈ ഒരു ഡാറ്റ പാക്ക് ഇനേബിൾ ചെയ്യുന്ന വഴി നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ.